ഹലോ ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും സജസ്റ്റ് ചെയ്തൊരു കണ്ടന്റ് ആണ് റിവർ മാൻ പ്രോബ്ലം അല്ലെങ്കിൽ റിവർ ബോട്ട് പ്രോബ്ലം എന്നൊക്കെ പറയാം. ഓക്കെ, പേരെന്തോ ആയിക്കോട്ടെ, നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്ക് നിങ്ങൾ കമന്റ് ചെയ്യുക, അതിന്റെ ബേസിലായിട്ട് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്കാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഇനിയും ഇതുപോലത്തെ ചെറിയ ഷോർട്ട് സീരീസ് അപ്ലോഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പവർ പാക്ക് സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്, റിവർ മാൻ പ്രോബ്ലം അല്ലെങ്കിൽ റിവർ ബോട്ട് പ്രോബ്ലം. നമ്മൾ ആവശ്യമുള്ള എല്ലാ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺസെപ്റ്റും കൂടി പറഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യും. ഒരു 30 മിനിറ്റിനുള്ളിൽ തന്നെ എന്ത് ചെയ്യും, വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലേ നല്ല നല്ല വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആവശ്യമുള്ള കണ്ടന്റ് സജസ്റ്റ് ചെയ്താൽ മാക്സിമം നമ്മൾ അപ്ലോഡ് ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് കണ്ടന്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. ഏറ്റവും നീറ്റിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ചൂസ് ചെയ്തിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങൾക്ക് നീറ്റിൽ ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു 75% ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, റിവർ മാൻ പ്രോബ്ലം. അപ്പൊ ഇതിൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് നോർമലി ചോദിക്കാന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഒരു റിവർ ഉണ്ട്, ഇത് റിവർ ആണ്. അപ്പോൾ റിവർ ഫ്ലോ ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിവർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു മാൻ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു സ്വിമ്മർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ സ്വിമ്മറിന് ഇത് റിവർ ക്രോസ് ചെയ്യണം. അപ്പോൾ ഇത് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഷോർട്ടസ്റ്റ് പാത്ത് ഉപയോഗിക്കും. ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത്, കറക്റ്റ് എക്സാക്ട് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തുന്നത്. അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ടൈം ഉപയോഗിക്കുക. ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് റിവറിന്റെ ഫ്ലോന്റെ ആ സെയിം സൈഡിലോട്ട് സ്വിം ചെയ്യുമ്പോഴാണ് ഷോർട്ടസ്റ്റ് ടൈം കിട്ടുന്നത്. ഓക്കെ, പിന്നെ ഷോർട്ടസ്റ്റ് ടൈം നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത്. ഡ്രിഫ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഷോർട്ടസ്റ്റ് പാത്ത് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് സ്വിം ചെയ്യണം, എന്നാലുള്ളൂ. ഇങ്ങോട്ട് സ്വിം ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് നീന്തി കഴിഞ്ഞാലുള്ളൂ റിവറിന്റെ ഫ്ലോയും കൂടി കൂട്ടിയിട്ട് ഒരു എന്താ പറയുക, റിവറിന്റെ ഫ്ലോ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇൻ ടോട്ടൽ നമ്മൾ ഇങ്ങോട്ട് എത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ട്, അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തു, കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. നീറ്റ് 2019 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എൻ്റെ കൂടെ ചെയ്തിട്ട് പോവുക. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 30 ഡിഗ്രി വെസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഫസ്റ്റ് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ചെയ്യാൻ നോക്കാം മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആൻസർ 30 ഡിഗ്രി വെസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞതാണ്, അടുത്തിലൊന്നും ആൻസർ ഞാൻ പറയൂല. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ചെയ്തിട്ട് പോവുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പോവാം. സ്പീഡ് ഓഫ് ദി സ്വിമ്മർ ഇൻ സ്റ്റിൽ വാട്ടർ ഈസ് 20 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് ഓഫ് സ്വിമ്മർ എന്ത് തന്നിട്ടുണ്ട് 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ദി റിവർ വാട്ടർ ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ്. സ്പീഡ് ഓഫ് ദി റിവർ എന്ത് തന്നിട്ടുണ്ട് 10 മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈസ് ഫ്ലോയിങ് ടു ഈസ്റ്റ്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരക്കാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. അപ്പോൾ നമുക്ക് അത് എന്താണ്, ഒരു റിവർ ഉണ്ട് ഇവിടെ. ആ റിവർ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, റിവർ ഈസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിവർ ഈസ്റ്റിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഇഫ് ഹി ഈസ് സ്റ്റാൻഡിങ് ഓൺ സൗത്ത് ബാങ്ക്, സൗത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ് അല്ലേ. അപ്പോൾ നേരെ എക്സാക്ട് ഇവിടെ വരും അല്ലേ. ഇവിടെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആൻഡ് വിഷസ് ടു ക്രോസ് ദ റിവർ അലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ എക്സാക്ട് ഓപ്പോസിറ്റ് പോയിന്റ്, ഷോർട്ടസ്റ്റ് പാത്തിൽ എത്തണം. അറ്റ് വാട്ട് ആംഗിൾ അറ്റ് വിച്ച് ഹി ഷുഡ് മേക്ക് ഹിസ് സ്ട്രോക്ക് വിത്ത് റെസ്പെക്ട് ടു നോർത്ത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്ടസ്റ്റ് പാത്തിലേക്ക് എത്തണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞ് നീന്തേണ്ടി വരും, എന്നാലേ ആ ഭാഗത്തേക്ക് എത്തുള്ളൂ. കാര്യം റിവർ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊന്ന് മേലോട്ട് നീന്തിയാലുള്ളൂ, സ്വിം ചെയ്താലുള്ളൂ ഇങ്ങോട്ട് എത്തുക റിസൾട്ടന്റ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. അപ്പോൾ ഈ ഒരു ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്, അതായത് നോർത്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടി. അപ്പോൾ ഇനി എന്താണ് വേണ്ടത്, നമുക്ക് കിട്ടി. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ റബ്ബ് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇത് 10 ആണ് കേട്ടോ, കൺഫ്യൂഷൻ വരേണ്ട, 10 ആണ്. ഓക്കെ, അപ്പം നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് ദി റിവർ എന്താണ് 10 തന്നിട്ടുണ്ട്, 10 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി ഓഫ് ദി സ്വിമ്മർ എന്താണ്, സ്വിമ്മർ 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് തീറ്റ കണ്ടുപിടിക്കാനുള്ളൂ. അപ്പോൾ ഈ ഒരു കോമ്പോണന്റിന്റെയും ഈ ഒരു കോമ്പോണന്റിന്റെയും വെച്ചിട്ട് നമുക്കൊരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഇതൊരു റൈറ്റ് ആംഗിളിൽ ട്രയാംഗിൾ ആണ്. ഇവിടെ വെലോസിറ്റി ഓഫ് ദി റിവർ തന്നിട്ടുണ്ട്, വെലോസിറ്റി ഓഫ് ദി സ്വിമ്മർ തന്നിട്ടുണ്ട്. ഇത് റിസൾട്ടന്റ് വെലോസിറ്റി ആണ്, അത് വേണ്ട. വെലോസിറ്റി
അത് വേണ്ട, അത് നമുക്ക് എടുക്കണ്ട. ഇവിടെ തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റയും ഈ വെലോസിറ്റി ഓഫ് റിവറും വെലോസിറ്റി ഓഫ് സ്വിമ്മറും വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. ഇക്വേഷനിൽ ഒരു കണ്ടുപിടിക്കണം. അപ്പോൾ സൈൻ തീറ്റ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറ്റും. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു വി ആർ ബൈ വി എസ് അല്ലേ? യെസ്, വി ആർ എന്താണ്? വി ആർ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് റിവർ 10 ആണ്, വി എസ് എന്ന് പറഞ്ഞാൽ 20 ആണ്. അപ്പോൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2. സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2. ദർഫോർ തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? അത് നിങ്ങൾക്ക് അറിയില്ലേ? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു 1/2. അത് നിങ്ങൾക്ക് അറിയാം. ഞാൻ കൈയമ്മയാണ് ചെയ്യാറ്. അത് പല മെത്തേഡ് ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാം. തീറ്റ ഇസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ തീറ്റ 30 ആണെന്ന് കിട്ടി. 30 ഡിഗ്രി ഡ്യൂ കൊടുക്കുകയാണ്. 30 ഡിഗ്രി ഏത് ഭാഗത്തോട്ടാണ് നീന്തുന്നത്? സ്വിം ചെയ്യുന്നത് 30 ഡിഗ്രി ഡ്യൂ വെസ്റ്റ് ഭാഗത്തേക്കല്ലേ നീന്തുന്നത്? ഓക്കെ, 30 ഡിഗ്രി വെസ്റ്റ്. കിട്ടില്ല, മനസ്സിലായില്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ, സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് അടിക്കൂല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പേഴ്സൺ എയിമിങ് exact opposite point on the bank of a stream swimming with speed of 0.5 meter per second. വെലോസിറ്റി ഓഫ് ദി സ്വിമ്മർ എന്താണ്? 0.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിന് ആംഗിൾ 120 വിത്ത് ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ. അപ്പോൾ ഇതെന്താണ്? ഷോർട്ടസ്റ്റ് പാത്തിലൂടെയാണ് പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. അത് എക്സാക്ട് ഓപ്പോസിറ്റ് പോയിന്റിൽ എത്തണമെങ്കിൽ ഷോർട്ടസ്റ്റ് പാത്താണ്. നമ്മൾ ഇങ്ങനെ വരച്ചു. നമുക്ക് ഒരു സ്വിമ്മർ ഉണ്ട് ഇവിടെ. സ്വിമ്മറിന് എന്ത് ചെയ്യണം? ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് നീന്തണം, സ്വിം ചെയ്യണം. അപ്പോൾ ഈ സ്വിമ്മർ അങ്ങോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ അതൊന്ന് ചെരിഞ്ഞിട്ടേ നീന്താൻ പറ്റുള്ളൂ. കാര്യം എന്താ വെച്ചാൽ ഇവിടെ വെലോസിറ്റി ഓഫ് ദി റിവർ ഉണ്ട്. കാര്യം വെലോസിറ്റി ഓഫ് റിവർ ഉണ്ടാകുമ്പോൾ ഒരു ഭാഗത്തോട്ട് ഉണ്ടാകുമ്പോൾ അത് നേരെ ഇങ്ങോട്ട് സ്വിം ചെയ്ത ആൾ നേരെ ഇങ്ങോട്ട് ചെരിഞ്ഞിട്ട് നേരാവും. അത് നിങ്ങൾക്ക് അറിയുന്ന കേസാണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് റിവർ എത്രയാണ്? ഓക്കെ, വെലോസിറ്റി ഓഫ് റിവർ തന്നിട്ടില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? സ്പീഡ് ഓഫ് ദി വാട്ടർ ഇൻ ദി സ്ട്രീം. വെലോസിറ്റി ഓഫ് ദി റിവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്താണ്? 0.5 തന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ എന്താ തന്നിട്ടുള്ളത്? ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ദി വാട്ടറുമായിട്ട് ഈ ഒരു ആൾ മേക്ക് ചെയ്യുന്ന ആംഗിൾ 120 ആയി തന്നിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് ദി ഫ്ലോ ഓഫ് ദി വാട്ടർ ഇതല്ലേ? ഇങ്ങോട്ടല്ലേ വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, ഇങ്ങോട്ട് സ്വിം ചെയ്യുന്ന ഡയറക്ഷനും. അപ്പോൾ ഇതിൻ്റെത് 120 ആയി തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വെലോസിറ്റി ഓഫ് ദി റിവർ. ഈ ഒരു സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ കണ്ടുപിടിക്കാം. നോക്കുക, നിങ്ങളെല്ലാവരും നോക്കുക. നമുക്ക് ഇതിൽ എന്താ തന്നിട്ടുള്ളത്? യെസ്, നമുക്ക് ആംഗിൾ 120, ഈ ഒരു ആംഗിൾ 120 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആംഗിൾ 120 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ എന്താ? ഇൻ ടോട്ടൽ 180 ആണ്. ഇല്ലേ? ഇൻ ടോട്ടൽ ഈ ഒരു ആംഗിൾ 180 ആണ്. ഇത് 120 ആണെങ്കിൽ 180 മൈനസ് 120 എത്രയാണ് ആൻസർ? 60 എന്ന് വരും. ഇത് 60 ആണ്. ഇത് 60 ആണെങ്കിൽ ഇതെന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾ അല്ലേ? അപ്പോൾ ഇത് 30 വരൂലേ? 30. അപ്പോൾ നമുക്ക് നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഉപയോഗിച്ച സെയിം സാധനം ഇവിടെ ഉപയോഗിക്കാം. സൈൻ 30 എന്താണ്? സൈൻ 30 ഈസ് ഈക്വൽ ടു വി ആർ ഡിവൈഡ് ബൈ 0.5 അല്ലേ? അപ്പോൾ സൈൻ 30 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ സൈൻ 30 ഇവിടെ 30 ഇടാം. സൈൻ 30 1/2 ഈസ് ഈക്വൽ ടു വി ആർ ബൈ 0.5 എത്ര? 1/2 1/2 വരും. 2 മേലോട്ട് പോകും. ഓക്കെ, അപ്പോൾ വി ആർ എന്തായി? 2 ഇങ്ങോട്ട് വരും. അപ്പോൾ 1/4 ഈസ് ഈക്വൽ ടു വി ആർ എന്ന് കിട്ടും. 1/4 എത്രയാണ്? ഈസ് ഈക്വൽ ടു 0.25 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ? റെഡി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ. ഓക്കെ, ഇത് ചിലപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ? ഇത് കുറച്ച് ഇത് റിസൾട്ടിന്റെ വെലോസിറ്റി വെച്ച് ചെയ്യുന്ന നമുക്ക് സിമ്പിൾ ആണ്. ഓക്കെ, അത് വളരെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ. ഒരു ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ വിത്ത് വെലോസിറ്റി ഓഫ് 8 km/h. അപ്പോൾ 8 km/h ഒരു ബോട്ട് ഒരു റിവറിലൂടെ അങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദ റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ദി ബോട്ട് ഈസ് 10 km/h. ദെൻ വെലോസിറ്റി ഓഫ് ദി റിവർ ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വരക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇതാണ് വാട്ടറിൻ്റെ ഫ്ലോ. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ്? ബോട്ട് ഈസ് സെൻഡ് അക്രോസ് എ റിവർ. ഒരു റിവറുമായിട്ട് ബോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബോട്ട് അയച്ചിട്ടുണ്ട് റിവറിൻ്റെ അക്രോസ് എ റിവർ 8 km/h ആയിട്ടാണ് സെൻഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായില്ല? പിന്നെ നമുക്ക് എന്താണ്? റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് ബോട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വെലോസിറ്റി ഓഫ് റിവർ എങ്ങോട്ടാണ്? ഇങ്ങോട്ടായിരിക്കും വെലോസിറ്റി ഓഫ് ദി റിവർ. വെലോസിറ്റി ഓഫ് റിവർ ഇങ്ങോട്ടും ആയിരിക്കും. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ റിസൾട്ട് ഉണ്ട്. ഒരു നടുവിലായിട്ടല്ലേ റിസൾട്ടന്റ് വരിക? നിങ്ങൾക്ക് അറിയുന്ന കാര്യം അല്ലേ? വെലോസിറ്റി ഓഫ് റിവർ ഇങ്ങോട്ടും വെലോസിറ്റി ഓഫ് ബോട്ട് അങ്ങോട്ടാണെങ്കിൽ ഇൻ ടോട്ടൽ ഒരു ബോട്ടിന്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ സെൻട്രലിലൂടെ ഏകദേശം ഒരു സെൻട്രലിലൂടെ ആയിരിക്കും. അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഈ റിസൾട്ട് എന്താണ്? റിസൾട്ടന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? വി റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയുന്ന റൂട്ട് ഓഫ് ഇത് a² + b²
പ്ലസ് 2ab കോസ് തീറ്റ. ഇതാണ് ഈ എ എന്ന് പറഞ്ഞാൽ ഇത് എ ഇത് ബിയും ആണെങ്കിൽ 2ab കോസ് തീറ്റ. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താ ഇവിടെ 90 ഡിഗ്രി അല്ലേ? ഓക്കെ, 90 ഡിഗ്രി ആണ്. അക്രോസ് എ റിവർ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അങ്ങനെ എടുക്കണം. ഓക്കെ, 90 ആക്കിയിട്ട് എടുക്കണം. ക്രോസ് എന്ന രീതിയിൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ കോസ് 90 എന്താണ്? 0 ആണ്. അപ്പോൾ ഈ ഒരു സാധനം പോകും. നമുക്ക് കണ്ടുപിടിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു √(a²) എന്താ 8² പ്ലസ് PR വെലോസിറ്റി ഓഫ് റിവർ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ഈ കോസ് 90 അത് 90 ആയിട്ട് പോകും. കോസ് 90 0 ആണ്. അപ്പോൾ ഇവിടെ പ്ലസ് 0 എടുക്കാം. അപ്പോൾ V is equal to 8 × 8 എത്ര? 64 പ്ലസ് VR² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്താ ഈ രണ്ടോടത്തും സ്ക്വയർ ചെയ്യാം. അപ്പോൾ V² is equal to എന്താണ്? V² is equal to 64 പ്ലസ് VR² എന്ന് കിട്ടി. സോറി, V² is equal to 64 പ്ലസ് VR² എന്ന് കിട്ടി. ഓക്കെ, കൺഫ്യൂഷൻ ആയോ? ഇല്ല. യെസ്, V² is equal to 64 പ്ലസ് VR² എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് റിസൾട്ടന്റ് വെലോസിറ്റി 10 ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ 10 ആകുമ്പോൾ 10ന്റെ സ്ക്വയർ എത്ര? 1000 ആണ്. ഈക്വൽ ടു 64 പ്ലസ് VR² എന്ന് കിട്ടി. VR². അപ്പോൾ 100 മൈനസ് 64 എത്ര? 36 ഈസ് ഈക്വൽ ടു VR² എന്ന് കിട്ടി. വെലോസിറ്റി ഓഫ് റിവർ എത്രയാണ്? 6 മീറ്റർ ആണ്, അല്ല 6 km/h എന്ന് കിട്ടി. ഓക്കെ, റെഡി. മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട് ശരിക്കും അല്ലേ? പെട്ടെന്ന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ചോദിക്കുക. കാൽക്കുലേഷൻ സിമ്പിൾ ആയിരിക്കും, ഒന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിലായില്ല? എല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ, ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് ലൈക്കാണ്. അപ്പോൾ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ടെലഗ്രാം ചാനലും വാട്സ്ആപ്പ് ചാനലൊക്കെ ജോയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രീമർ മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 3 km/h അഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ് ദി റിവർ. അപ്പോൾ ഒരു റിവറാണ്, ഇത് വലിയൊരു തടാകം, റിവറാണ്. അപ്പോൾ സ്ട്രീമർ ഉണ്ട്, മൂവ്സ് വിത്ത് വെലോസിറ്റി ഓഫ് 3 km/h. ഓക്കെ, വെലോസിറ്റി ഓഫ് ദി സ്ട്രീമർ എന്താണ്? 3 ആണ്. km/h ഒക്കെ നിൽക്കട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഹവറും 3 നിട്ടു. പിന്നെ ഡയറക്ഷൻ അഗെയിൻസ്റ്റ് ഡയറക്ഷൻ ഓഫ് ദി റിവർ. അപ്പോൾ റിവർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട് മൂവ് ചെയ്യുന്നുണ്ട് 2 km/h. ടോട്ടൽ ടൈം ഫോർ ജേർണി ദ ബോട്ട് ട്രാവൽസ് 2 km ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി സ്ട്രീം. അതായത് രണ്ട് കേസ് ആക്കിയിട്ട് എടുക്കാം. ഓക്കെ, calculate the total journey if the boat travels 2 km in the direction of the stream and then back to place. അതായത് ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ റിവർ നേരെ എൻ്റെ ഫ്രണ്ടിലോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് സ്വിം ചെയ്തിട്ട് നേരെ റിവറിന്റെ ഫ്ലോയിലൂടെ ഒന്ന് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് എനിക്കിപ്പോൾ ഒരു 3 km/h സ്പീഡ് ഉണ്ടെങ്കിൽ, അത് റിവറിന് 2 km സ്പീഡ് ഉണ്ടെങ്കിൽ ഞാൻ ഇൻ ടോട്ടൽ 3 km സ്പീഡിലല്ല ഞാൻ സ്വിം ചെയ്യുക, റിവറിൻ്റെയും കൂടി ആഡ് ചെയ്യും എൻ്റെ മൂവ്മെന്റിൽ. കാര്യം എഫക്റ്റീവ് സ്പീഡല്ലേ കിട്ടുക, റിലേറ്റീവ് സ്പീഡല്ലേ കിട്ടുക. അപ്പോൾ ഞാൻ സ്വിം ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ 5 km/h സ്പീഡ് കിട്ടും. ഞാൻ അതിലൂടെ സ്വിം ചെയ്യുന്നു. പക്ഷേ ഇൻ കേസ് റിവർ ഇപ്പം അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, ഞാൻ തിരിച്ചു വരാം. അപ്പോൾ ഒരു പോയിന്റിലെത്തി, പിന്നെ തിരിച്ചു വരികയാണ് ഞാൻ. തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഞാൻ അഗെയിൻസ്റ്റ് റിവറിന്റെ റിവർ അങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്, ഞാൻ ഇങ്ങോട്ടാണ് നീന്തുന്നത്. അപ്പോൾ അഗെയിൻസ്റ്റ് സ്വിം ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ സ്വിം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഒരു നെഗറ്റീവ്, അതായത് നമ്മൾ റിവറിന്റെ സ്പീഡ് അല്ലെങ്കിൽ നമ്മുടെ സ്പീഡിൽ നിന്ന് റിവറിന്റെ സ്പീഡ് മൈനസ് ചെയ്യേണ്ടി വരും. കാര്യം എഫക്റ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പീഡിനെക്കാട്ടിലും കുറയും. ഓക്കെ, മനസ്സിലായില്ല? നേരെ പോകുമ്പോൾ സ്പീഡ് കൂടും, റിട്ടേൺ വരുമ്പോൾ സ്പീഡ് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയും. നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പുഴയിൽ ചാടി പുഴൻ്റെ സെയിം ഡയറക്ഷനിലൂടെ നീന്തുമ്പോൾ നമ്മളിപ്പോൾ ഒരു കല്ലുണ്ടാവും. ആ കല്ല് നമുക്ക് എടുക്കണമെങ്കിൽ സെയിം ഡയറക്ഷനിലൂടെ മൂവ് ചെയ്യുമ്പോൾ അത് കിട്ടി. അപ്പം നമ്മളെ ഫ്രണ്ട്സ് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുണ്ട്. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് പിന്നും അതിൻ്റെ അഗെയിൻസ്റ്റ് ആയിട്ട് നീന്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടൈം നീന്തേണ്ടി വരും. കാര്യം എന്താ? സ്പീഡ് കുറഞ്ഞു. അപ്പോൾ ആ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ നമുക്ക് കേസ് 1 ആക്കിയിട്ട് എടുക്കാം. കേസ് 1 എന്താണ്? സെയിം ഡയറക്ഷൻ, രണ്ടാളും സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് എത്ര ആയിരിക്കും? ഇൻ ടോട്ടൽ 3 + 2 5 km/h സ്പീഡ് ആൾ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് ബൈ ടൈം അല്ലേ? ടൈം എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡ് സ്പീഡാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര? 2 km, സ്പീഡ് എത്രയാണ്? 5 ആണ് കിട്ടി. ഇനി കേസ് 2 ആണ്. കേസ് 2 എന്താണ്? കേസ് 2 ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടുമാണ്. അത് വെലോസിറ്റി ഓഫ് ദി റിവർ, വെലോസിറ്റി ഓഫ് ദി സ്ട്രീമർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വെലോസിറ്റി ഓഫ് ദി റിവർ 2ഉം ഇത് 3ഉം ആണ്. അപ്പോൾ 3 - 2 1 ആണ് നമുക്ക് ഉത്തരം കിട്ടുക. അപ്പോൾ ടൈം എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര? 2 ആണ് ബൈ 1 ആണ്.
സ്പീഡ്. അപ്പോൾ ഇത് ടൈം, ടോട്ടൽ ടൈമാണ് ചോദിച്ചില്ല. ടൈം എന്ന് പറഞ്ഞാൽ T1 + T2, T1 + T2 എത്രയാണ് നമുക്ക് കൂട്ടി നോക്കാം. 2/5 + 2, 2/5 + 2 എത്ര, 2 + 10/5, 12/5. ആൻസർ എത്രയാണ്, 2.4 ഹവർ എന്ന് കിട്ടും. ഓക്കെ, മനസ്സിലായില്ലേ? ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്പീഡ് ഓഫ് ദി ബോട്ട്, വെലോസിറ്റി ഓഫ് ദി ബോട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്, 5 ആണ്. ഇറ്റ് ക്രോസസ് റിവർ ഓഫ് വിഡ്ത്ത്, റിവറിന്റെ വിഡ്ത്ത് തന്നിട്ടുണ്ട് 1 കിലോമീറ്റർ ആണ്. അത് വിഡ്ത്ത് എന്താണ്, 1 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഷോർട്ടസ്റ്റ് പാത്ത്, അതായത് ഇറ്റ് ക്രോസസ് ദ റിവർ ഓഫ് വിഡ്ത്ത് 1 കിലോമീറ്റർ അലോങ് ദ ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഇൻ 15 മിനിറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റിവർ മാൻ പ്രോബ്ലം അല്ലെങ്കിൽ റിവർ ബോട്ട് പ്രോബ്ലം നമുക്ക് എല്ലാത്തിനും കോൺസെപ്റ്റ് സെയിം ആണ്. ഷോർട്ടസ്റ്റ് പാത്തിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇതുണ്ട്, ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ എക്സാക്ട് സെയിം പോയിന്റിൽ എത്തണം. അപ്പോൾ ബോട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലോട്ട് എത്തി, ബോട്ട് ഇങ്ങോട്ട് ശരിക്കും മൂവ് ചെയ്യണം, ഈ പോയിന്റിലോട്ട് തന്നെ എത്തുക. അപ്പോൾ ഈ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 km/h മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഷോർട്ടസ്റ്റ് പാത്ത്. അപ്പോൾ ഇതിനൊരു വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഇതൊരു റിസൾട്ടന്റ് വെലോസിറ്റിയാണ്. അത് എത്ര നമുക്ക് അറിയില്ല. റിസൾട്ടിന് വെലോസിറ്റി നമുക്ക് എത്രയെന്ന് അറിയില്ല. ഇത് വെലോസിറ്റി ഓഫ് ദി റിവർ ആണ്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിസൾട്ടിന് വെലോസിറ്റി എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റിസൾട്ട് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ ടൈം. ഓക്കെ, സ്പീഡ് എന്താണ്, റിസൾട്ടിന് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്ര, 1 കിലോമീറ്റർ ആണ്. ഇത് 1 കിലോമീറ്റർ അല്ലേ, നമുക്കറിയാം. 1 കിലോമീറ്റർ ടൈം എത്ര, 15 സെക്കൻഡ്, മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 15/60 ആണ്. അപ്പോൾ 1/4 ഹവർ ആണ് കിട്ടുക. അപ്പോൾ വെലോസിറ്റി ഓഫ് ദി റിവർ ഈസ് ഈക്വൽ ടു 4 km/h എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ഇത് 4 ആണെന്ന് കിട്ടി. ഇനി എന്താ, കാര്യങ്ങൾ സിമ്പിളാണ്. പൈത്തഗോറസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് 5 ആണ്. അപ്പോൾ 5² ഈസ് ഈക്വൽ ടു 4² + VR². 5² എത്ര, 5² 25 ഈസ് ഈക്വൽ ടു 16 + VR². 25 - 16 9 ഈസ് ഈക്വൽ ടു VR². 3 ഈസ് ഈക്വൽ ടു VR എന്ന് കിട്ടി. വെലോസിറ്റി ഓഫ് ദി റിവർ 3 ആണ്. അപ്പോൾ മനസ്സിലായില്ലേ, km/h. എങ്ങനെയുണ്ട്? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മളെ മെന്റർഷിപ്പിലുള്ള സ്റ്റുഡൻസ് ചോദിക്കുന്ന സെയിം ഡൗട്ടാണ് ഇതൊക്കെ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. ഡയറക്റ്റ് ഇതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, ഇതിന് വേറെ നിങ്ങൾ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ഇത് പഠിച്ചപ്പോൾ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ലോജിക് വെച്ചിട്ട് ചെയ്യുക. ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ പല ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആക്കി പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രീം ഓഫ് എ റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് സ്പീഡ് ഓഫ് 2 km/h. വെലോസിറ്റി ഓഫ് ദി റിവർ എന്താണ്, 2 ആണ് തന്നിട്ടുണ്ട്. km/h ഒക്കെ അവിടെ നിൽക്കേണ്ട, ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. സ്വിമ്മർ ക്യാൻ സ്വിം അറ്റ് സ്പീഡ് ഓഫ് 4. വെലോസിറ്റി ഓഫ് സ്വിമ്മർ എന്താണ്, 4 തന്നിട്ടുണ്ട്. വാട്ട് ഷുഡ് ബി ദ ഡയറക്ഷൻ ഓഫ് ദി സ്വിമ്മർ വിത്ത് റെസ്പെക്ട് ടു ദ ഫ്ലോ ഓഫ് ദി റിവർ ടു ക്രോസ് ദ റിവർ സ്ട്രെയിറ്റ്. അതായത് ഷോർട്ടസ്റ്റ് പാത്തിലൂടെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം ചെരിഞ്ഞിട്ട് മൂവ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു വെലോസിറ്റി ഓഫ് ദി റിവർ. അതായത് വെലോസിറ്റി ഓഫ് ദി റിവർ ഇങ്ങനെയാണെങ്കിൽ ഒരാൾ ഇങ്ങനെ മൂവ് ചെയ്യേണ്ടി വരും അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്താലുള്ളൂ. ഇതാണ് നമ്മുടെ സാധനം, നമ്മളെ റിവർ. അപ്പോൾ ഒരാൾ ഇങ്ങനെ, വെലോസിറ്റി ഓഫ് ദി റിവർ ഇതാണ്, ഒരാൾ ഇങ്ങനെ ചെരിഞ്ഞ് മൂവ് ചെയ്താലുള്ളൂ ഈ പോയിന്റിലോട്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് പോയിന്റിലോട്ട് എത്തുക അല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു ആംഗിൾ, വെലോസിറ്റി ഓഫ് ദി റിവർ ഇതാണ്, വെലോസിറ്റി ഓഫ് ദി സ്വിമ്മർ ഇതാണ്. അപ്പോൾ ഈ ഒരു ആംഗിൾ ചോദിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ കണ്ടുപിടിക്കും, ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇതിന് ഫിഗർ ഒന്ന് മാറ്റി വരക്കാം. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോൾ ഇത് ലെവൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ലെവൽ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇത് പല ആളുകളും പല മെത്തേഡിലാണ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് നല്ലൊരു സിമ്പിൾ മെത്തേഡ് പറഞ്ഞുതരാം. നമുക്ക് ഇവിടെ വെലോസിറ്റി ഓഫ് ദി എന്തുണ്ട്, റിവർ ഉണ്ട്. സ്വിമ്മർ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വിമ്മർ ഇങ്ങോട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. സ്വിമ്മർ ഇങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയില്ല. അപ്പം നമുക്ക് വെലോസിറ്റി ഓഫ് ദി റിവർ എന്താണ്, 2 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. ഓക്കെ, 2 തന്നിട്ടുണ്ട്, 4 തന്നിട്ടുണ്ട്. ഓക്കെ, stream of river is flowing with speed of 2 km/h. Swimmer can swim. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഈ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ സെയിം സാധനം അല്ലേ, ഇതും 2 ആണ് അല്ലേ. ഇതെന്താ അറിയാം, വെലോസിറ്റി ഓഫ് ദി റിവർ, ഇതൊക്കെ വെലോസിറ്റി ഓഫ് റിവർ തന്നെയല്ലേ ഇങ്ങോട്ട്. അത് നമ്മൾ വെക്ടർ എടുക്കുമ്പോൾ നമുക്ക് മേലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ ഇത് കിട്ടി. ഇനി എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഓക്കെ, റിസൾട്ടന്റ് വെലോസിറ്റി കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് വേറെ കാര്യം, ഈ തീറ്റ കണ്ടുപിടിക്കാം. തീറ്റ എന്താ, മേലെ 2 ഇവിടെ 4. അപ്പോൾ സൈൻ തീറ്റ എന്താണ്, സൈൻ തീറ്റ ഈക്വൽ 2/4 അല്ലേ.
സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു 1/2. സൈൻ തീറ്റ എന്തിൻ്റെ ഇതാണ് 1/2? 30 ഡിഗ്രീൻ്റെയാണ്. അപ്പോൾ 30 ഡിഗ്രിന്ന് കിട്ടി. ഇത് 30 ആണെന്ന് കിട്ടി. ഇത് 30 ആണെന്ന് കിട്ടിയില്ലേ? ഇത് 30 ആണെങ്കിൽ ഇതെന്താ? അത് 90 ഡിഗ്രി അല്ലേ? 90 ഡിഗ്രി ആകുമ്പോൾ ഇത് 90. അപ്പോൾ 30 + 90 ഉത്തരം 120. അപ്പോൾ ഇത് ടോട്ടൽ 120 ഡിഗ്രിയാണ്. അപ്പോൾ ഉത്തരം 120. പിന്നെ ഇതിൽ വേറെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇത് എങ്ങനായാലും 90ൻ്റെ താഴെയുള്ള ആംഗിൾ വരൂല. കാര്യം 90 അബോവ് വരുള്ളൂ. ഒന്ന് ചെരിഞ്ഞ് നീന്തണം. അപ്പോൾ ഇത് 90 ആണെങ്കിൽ ഇത് അബോവ് 90 വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഓപ്ഷനും കട്ട് ചെയ്യാം, ഈ ഒരു ഓപ്ഷനും കട്ട് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഇതേ വരുള്ളൂ. അപ്പോൾ ചെയ്തിട്ട് ഇത് കിട്ടി. ഉത്തരം 120 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. അപ്പോൾ എല്ലാ കാര്യവും അടിപൊളിയായിട്ട് ഡിസ്കസ് ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് വളരെ വൃത്തിക്കായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇത് വീണ്ടും ചെയ്ത് പഠിക്കാം. എക്സാം വരുമ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം. സോ ആൾ ദി ബെസ്റ്റ് ഗൈസ്.